സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്ക് സമരം ചെയ്യുന്നതിനിടെ ഹെൽത്ത് വോളണ്ടിയേഴ്സിനെ നിയമിക്കാൻ ആരോഗ്യവകുപ്പ് പുതിയ വോളണ്ടിയേഴ്സിന് പരിശീലനം നൽകാൻ മാർഗനിർദ്ദേശവും സർക്കാർ പുറത്തിറക്കിയെന്നാണ് അറിയുന്നത്. 50 പേരുള്ള 30 ബാച്ചിന് പരിശീലനം നൽകും. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഉമേഷ്, എന്താണ് ശരിക്കും ഉണ്ടായത്? ഈ സമരത്തെ പൊളിക്കാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ നീക്കമാണോ? തീർച്ചയായും SKN ഇന്നത്തെ നേരിടാൻ സർക്കാരിൻ്റെതായ കാര്യങ്ങൾ ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പുതിയൊരു നീക്കം നടത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനം, ഈ സംസ്ഥാനത്ത് ആകെ 1500 പുതിയ ഹെൽത്ത് വോളണ്ടിയേഴ്സിനെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവർക്ക് ട്രെയിനിങ് നൽകാനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ പേരെ നിയമിക്കാൻ പോകുന്നത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ്. ഇവിടെ ഏകദേശം 150 പേർക്ക് വീതം ട്രെയിനിങ് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഒരു ബാച്ചിൽ 50 പേർ എന്ന നിലയിൽ 5 ബാച്ചുകൾ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ട്രെയിനിങ് നൽകും. അതുകൂടാതെ കോട്ടയം, പാലക്കാട് ജില്ലകളിൽ 4 ബാച്ചുകൾ വീതം, അതായത് 120 പേർക്ക് വീതം ട്രെയിനിങ് നൽകാനും തീരുമാനിച്ചു. എന്തായാലും ഇതിനുവേണ്ടിയുള്ള തുക അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷൻ ഉത്തരവിറക്കി. 11,70,000 രൂപയാണ് ഇപ്പോൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടി ചെലവായി അനുവദിച്ചിരിക്കുന്നത്. ഒരു ബാച്ചിന് 31 രൂപയാണ് ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള ചെലവായി കണക്കാക്കുന്നത്. എന്തായാലും ആശാ വർക്കേഴ്സിന്റെ സമരം ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ നേരിടാനുള്ള പുതിയ മാർഗം ഇപ്പോൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നു. NHM കൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ മറ്റൊരു ഉത്തരവ് ഇറക്കിയിരുന്നു. അത് ഈ ഹെൽത്ത് വോളണ്ടിയർ, പ്രത്യേകിച്ച് ഇമ്മ്യൂണൈസേഷൻ, കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ് അടക്കം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് അനുവദിക്കാൻ കഴിയില്ല. ആ സാഹചര്യത്തിൽ പകരം ബദൽ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നുള്ള നിർദ്ദേശം നാഷണൽ ഹെൽത്ത് മിഷൻ നൽകിയിരുന്നു. അതുപ്രകാരമാണ് ഈ ഹെൽത്ത് വോളണ്ടിയേഴ്സ്, അതായത് ആശാ വർക്കേഴ്സ് എന്ന പേരിലല്ല, പകരം ഹെൽത്ത് വോളണ്ടിയേഴ്സ് എന്ന പേരിലായിരിക്കും ഇവർക്ക് ട്രെയിനിങ് നൽകുക. ഇവർക്ക് ഈ ട്രെയിനിങ് ലഭിച്ച ശേഷം ഇവർ ഇത്തരത്തിൽ ആശാ വർക്കേഴ്സിന് സമാനമായ ജോലികൾ തന്നെയാണ് അവർ ചെയ്യേണ്ടത്. ആ ജോലികൾ ചെയ്യുമ്പോൾ അവർക്ക് അതിന് മറ്റു തുകയും നൽകുമെന്നും കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അത് ഒരു ഉത്തരവായി ഇറങ്ങിയിരിക്കുന്നു. 11,70,000 രൂപ സംസ്ഥാനത്ത് മുഴുവനായി പുതിയ ഹെൽത്ത് വർക്കേഴ്സിന് വേണ്ടി, ഹെൽത്ത് വോളണ്ടിയേഴ്സിന് വേണ്ടി അനുവദിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ കണക്ക് 800ഓളം ആശാ വർക്കേഴ്സാണ് ഇപ്പോൾ സമരത്തിൽ ഉള്ളത് എന്നാണ് കണക്ക്. അതുകൊണ്ട് തന്നെ ഈ 1500ഓളം പേർക്ക് ട്രെയിനിങ് നൽകുന്നതോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കാനാകുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക് കൂട്ട്. താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ.